രാഷ്ട്രപിതാവ് ഗാന്ധിജി എതിർത്തു നിന്ന സാമൂഹിക പാപങ്ങളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഗാന്ധിനഗർ സ്ട്രീറ്റ്. വളരെ പ്രശസ്തമാണ് ഈ തെരുവ്. പകലിന്റെ തിരക്കിലേക്ക് തെരുവ് ഉണർന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ഗാന്ധിയന്മാർ ചേർന്ന് കഠിന പ്രയത്നം ചെയ്തു ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു. അതിനുശേഷമാണ് ഈ തെരുവ് ഗാന്ധിനഗർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെരുവാണിത്. തെരുവിന്റെ മറ്റൊരു പ്രത്യേകത പ്രതിമയോട് ചേർന്ന് നിൽക്കുന്ന ഈ പള്ളിയാണ്. വിവിധ ദേശക്കാർ, പല തലക്കാർ ഈ തെരുവിൽ എത്തുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ തെരുവിൽ കിട്ടും. ഇനി ഞാൻ പറയാം, ഇതെങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 64 വർഷം 8 മാസം ആയിരിക്കുന്നു. അതിനിടയിൽ എത്ര ആളുകൾ, തലമുറകൾ, എന്തൊക്കെ കാഴ്ചകൾ, അനുഭവങ്ങൾ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചില ആളുകളെ കുറിച്ച് പറയാൻ വന്നതാണ്, ഒരു ഓർമ്മപ്പെടുത്തലിനും. എന്റെ പൊന്നു ദൈവമേ, നിനക്കറിയാലോ, ഇന്ന് നടത്തുന്ന കണക്ക് പരീക്ഷയ്ക്ക് എനിക്ക് നന്നായി കോപ്പി എടുക്കാൻ കഴിയണേ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഉത്തരങ്ങൾ മാത്രം ചോദിക്കണേ. ടീച്ചർ പിടിക്കാതെ രക്ഷിക്കണേ. എന്നാൽ ഞാൻ ഇനിയും വന്ന് മെഴുതിലെത്തിക്കാമേ. ഹലോ, എന്താ ആ 2 കോടിയുടെ കാര്യം എന്തായി? ഓ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നീ അത് വിട്ടേക്ക്. നീ ആ 10 കോടിയുടെ കാര്യമൊന്നും നോക്കിട്ടോ. പിന്നെ ആ 20 ഏക്കർ സ്ഥലം എന്തായി? അത് വാങ്ങിയല്ലേ? നിങ്ങളെല്ലാരും പോയിക്കോളി. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പണം കിട്ടിയിട്ടാണ് സാറേ അരി വാങ്ങാൻ. മക്കൾ എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി. ഞങ്ങളെല്ലാവരും മുഴു പട്ടിണിയാ. രാഘവേട്ട, നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഒക്കെ ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾ വിളിച്ചു പോയിക്കോ. ആ പോയിക്കോ 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 പോയിക്കോ. ആ പോയിക്കോ പോയിക്കോ. സമാധാനാണ്. നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. ഞാൻ പറഞ്ഞാലേ എല്ലാം തല കുറിച്ച് കേട്ടോളൂ. ഇത് കയ്യിൽ വെച്ചോളൂ. ഇത് വെറും ഒരു ചെറിയ സമ്മാനം മാത്രമാണ്. കാര്യം നടന്നാൽ ബാക്കി. ശരി ശരി. ആശ്വാസമായത്. ദൈവമേ, ലോകത്തിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകാൻ എന്നെ സഹായിക്കുന്നതിന് നന്ദി. ചെറിയ നോട്ട് കാണണല്ലോ. ചെറിയൊരു ദൈവമേ, ഇത് ലക്ഷങ്ങളാക്കി തിരിച്ചു തരണേ.
നമസ്കാരം, എൻ്റെ പേര് ദീപ്തി. എല്ലാവർക്കും നേരം പോക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വീഡിയോയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. നിരാലംബയായ ഒരു പെൺകുട്ടി, അവർക്ക് എന്താണ് സംഭവിച്ചത്, ഇതിന് പിന്നിൽ ആരാണ്, ഇനി എങ്ങനെ അവർ തല ഉയർത്തി ജീവിക്കും? റിപ്പോർട്ടർ ദീപു നമ്മളുടെ കൂടെ ചേരുന്നു. ആ ദീപ്തി, ഞാനിപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്താണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അയ്യോ അയ്യോ,